ഹായ്, നമ്മളിവിടെ ഇപ്പോൾ തുടങ്ങാൻ പോകുന്ന സീരീസ് എന്ന് പറയുന്നത് എ സി സർക്യൂട്ട്സിൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. എ സി സർക്യൂട്ട്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ ആദ്യത്തെ ഭാഗമാണ് നമ്മളിവിടെ എടുക്കാൻ പോകുന്നത്. ചെറിയൊരു വീഡിയോ. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കാം. ഇവിടെ നമ്മൾ എ സി സർക്യൂട്ട്സിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് കുറച്ച് പ്രീ റിക്വസ്റ്റ് പറഞ്ഞു പോകാം. ഇപ്പോൾ എ സി സർക്യൂട്ട്സിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മളെല്ലാം ഒരു ചെറിയ മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടതായിട്ടുണ്ട്. അതിലൊന്നാണ് നമ്മുടെ കോംപ്ലക്സ് നമ്പേഴ്സ്. കോംപ്ലക്സ് നമ്പേഴ്സ് പറയാൻ കാരണം എ സി സർക്യൂട്ടിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതെല്ലാം കോംപ്ലക്സ് ക്വാണ്ടിറ്റീസ് ആണ്. എന്താണ് കോംപ്ലക്സ് ക്വാണ്ടിറ്റി? കോംപ്ലക്സ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി, physical quantity or an electrical quantity or any type of quantity which has a real form അല്ലെങ്കിൽ real part and also an imaginary part. എന്താ പറയുക, ഇലക്ട്രിക്കൽ ടേമിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു റെസിസ്റ്റീവ് പാർട്ട് ആൻഡ് റിയാക്റ്റീവ് പാർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്ത് ഞാൻ പറയാം. മാത്തമാറ്റിക്കലി ലെറ്റ് എ കോംപ്ലക്സ് നമ്പർ z നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ z എന്ന് പറയുന്നതിനെ നമുക്ക് ഒരു റിയൽ പാർട്ട് x എന്നും പ്ലസ് ഒരു ഇമാജിനറി പാർട്ട് y എന്ന് എഴുതാം. where j denotes the imaginary rotation. x plus jy. Such representation is known as rectangular form representation of a complex number. ആ representation നമ്മൾ rectangular form representation എന്ന് പറയും. where x is the real part and y is the imaginary part. ഇനി ആ z നെ തന്നെ നമുക്ക് വേറൊരു രീതിയിൽ മാർക്ക് ചെയ്യാം അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യാം. അതിനെ ഇവിടെ നോക്കുക, r ആംഗിൾ തീറ്റ എന്നുള്ള രീതിയിൽ റെപ്രസെന്റ് ചെയ്യും. This form is known as polar form. This form is known as polar form, where r is the modulus or magnitude, where r is equal to modulus or magnitude of z, or is equal to from rectangular form we can x and y into root of x square plus y square. അതുപോലെ തന്നെ തീറ്റ എന്ന് പറഞ്ഞാൽ അതിന്റെ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്. തീറ്റ will be equal to tan inverse of y by x. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ഒന്ന് റിഫ്രഷ് ചെയ്യുന്നു. അപ്പോൾ ഏതൊരു കോംപ്ലക്സ് ക്വാണ്ടിറ്റിയെ നമുക്ക് അതിനെ റെക്ടാങ്കുലർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാം, അതുപോലെ തന്നെ പോളാർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാം. നമ്മളിവിടെ എ സി സർക്യൂട്ട്സിൽ ഉപയോഗിക്കുന്ന എല്ലാതരം ക്വാണ്ടിറ്റീസും എല്ലാതരം പാരാമീറ്റേഴ്സും നമ്മൾ കോംപ്ലക്സ് ക്വാണ്ടിറ്റീസ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. എന്തിനാണ് ഈ രണ്ട് ഫോമും നമ്മളിവിടെ പറയുന്നത്? അതാണ് ശ്രദ്ധിക്കുന്നത്. റെക്ടാങ്കുലർ ഫോം ഇവിടെ പറയുന്നത് പറഞ്ഞാൽ ഇപ്പൊ രണ്ട് കോംപ്ലക്സ് ക്വാണ്ടിറ്റീസ്, ഫോർ എക്സാമ്പിൾ z1 and z2. let z1 be equal to x1 plus jy1 and z2 is equal to x2 plus jy2. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് കോംപ്ലക്സ് ക്വാണ്ടിറ്റീസും ആഡ് ചെയ്യണമെങ്കിൽ ഈ രണ്ട് കോംപ്ലക്സ് ക്വാണ്ടിറ്റീസും എന്ത് ചെയ്യണം? ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ അത് റെക്ടാങ്കുലർ ഫോമിലിട്ടാണ് ആഡ് ചെയ്യുന്നത്. ഇവിടെ പറയാം, രണ്ട് കോംപ്ലക്സ് ക്വാണ്ടിറ്റീസും ആഡ് ചെയ്യണമെങ്കിൽ അത് നമ്മൾ റെക്ടാങ്കുലർ ഫോമിലിട്ടാണ് ആഡ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. z1 plus z2 is equal to അതിന് രണ്ടിന്റെ റിയൽ ടേംസ് തമ്മിൽ ആഡ് ചെയ്യുക, x1 plus x2 plus j into അതിന്റെ ഇമാജിനറി ടേംസ് തമ്മിൽ ആഡ് ചെയ്യുക, y1 plus y2. ഇനി സബ്ട്രാക്ട് ചെയ്യണമെങ്കിലോ z1 minus z2 is equal to x1 minus x2 plus j into എന്തായിരിക്കും y1 minus y2. അപ്പോൾ അഡീഷനും സബ്ട്രാക്ഷനും യൂസ് ചെയ്യാൻ കോംപ്ലക്സ് നമ്പേഴ്സ് നമ്മൾ എന്താണ് പ്രിഫർ ചെയ്യുന്നത്? നമ്മൾ റെക്ടാങ്കുലർ ഫോമാണ് പ്രിഫർ ചെയ്യുന്നത്. ഇനി ഇത് തമ്മിൽ അപ്പോൾ നമ്മൾ ഓബിയസ്ലി നമുക്ക് ഉള്ളിൽ ഒരു ഡൗട്ട് ഉണ്ടാവും. അടുത്ത രണ്ട് ഓപ്പറേഷൻസ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഏതൊക്കെയാണ് അടുത്ത രണ്ട് ഓപ്പറേഷൻ? നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, z1 into z2, അതുപോലെ തന്നെ z1 by z2. അത് രണ്ടും നമ്മൾ ഏത് ഫോമിൽ ചെയ്യാറില്ല? നമ്മൾ റെക്ടാങ്കുലർ ഫോമിൽ ഓപ്റ്റ് ചെയ്യാറില്ല. നമ്മൾ ഏത് ഫോമാണ് ഓപ്റ്റ് ചെയ്യുന്നത്? പോളാർ ഫോമാണ് ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പോളാർ ഫോമിൽ എങ്ങനെ എഴുതാം? z1 will be equal to z mod of z1 angle theta 1, z2 is equal to mod of z2 angle theta 2 എന്നാണെങ്കിൽ നമുക്ക് z1 into z2 എങ്ങനെ ചെയ്യാം? ശ്രദ്ധിക്കുക, രണ്ടിന്റെ മോഡുലസ് തമ്മിൽ മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് z1 into മോഡുലസ് ഓഫ് z2
ആംഗിൾ, രണ്ടിന്റെ ആംഗിൾ കണ്ടല്ലോ, θ1 θ2 മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ദിസ് θ1 പ്ലസ് θ2. സ്വാഭാവികമായിട്ടും Z1 by Z2 എങ്ങനെയായിരിക്കും? മോഡുലസ് ഓഫ് Z1 ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് Z2 into ആംഗിൾ θ1 മൈനസ് θ2. അപ്പോൾ ഇത് ഇങ്ങനെയാണ് നമുക്ക് കോംപ്ലക്സ് നമ്പേഴ്സ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ കോംപ്ലക്സ് നമ്പേഴ്സ് പറഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മുടെ അടുത്ത ലക്ഷ്യത്തിലേക്ക് പോകാം. ഈ പാർട്ട് 1 സീരീസിന്റെ ആദ്യത്തെ സ്റ്റെപ്പിലോട്ട് പോകണമെങ്കിൽ തന്നെ നമുക്ക് ഈ കോംപ്ലക്സ് നമ്പേഴ്സിനെ കുറിച്ച് പറഞ്ഞു പോകാം. ഞാൻ രാവിലെ പറഞ്ഞു, നമ്മുടെ ഇവിടുത്തെ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്, നമ്മളിവിടെ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പലതരം ക്വാണ്ടിറ്റീസിനെ നമുക്ക് കോംപ്ലക്സ് നമ്പേഴ്സ് ആയിട്ട് ഡിനോട്ട് ചെയ്യാം. ഇലക്ട്രിക്കലി സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കോംപ്ലക്സ് ക്വാണ്ടിറ്റീസ് ആണ് നമ്മൾ ഇവിടെ ഡിസൈഡ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഇതിന്റെ റിയൽ ടേമും ഇമാജിനറി ടേമും ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ഈ സിസ്റ്റം കോംപ്ലക്സ് ആകുന്നത് എന്നൊക്കെയുള്ള സംശയങ്ങൾ നമുക്കുണ്ടാകും. ഞാനൊന്ന് പറയട്ടെ, ഒരു AC സർക്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം ആ സർക്യൂട്ടിൽ അടങ്ങിയിരിക്കുന്ന എന്തൊക്കെയാണ് എന്നുള്ള ഒരു സംശയമാണ്. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പറയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ബേസിക്കലി ഒരു AC സർക്യൂട്ടിൽ ഒരു AC ഇൻഡിപെൻഡന്റ് സോഴ്സ് ഉണ്ടാവും. ഡിപെൻഡന്റ് സോഴ്സും ആവാം. ഞാൻ ഇവിടെ ഇൻഡിപെൻഡന്റ് എടുത്തതേ ഉള്ളൂ. ഇൻഡിപെൻഡന്റ് സോഴ്സും ഡിപെൻഡന്റ് സോഴ്സും എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഒരു ഇൻഡിപെൻഡന്റ് വോൾട്ടേജ് AC സോഴ്സ് ആണ് ഞാൻ. സൈനുസോയിഡൽ ഇൻപുട്ട് നമുക്ക് നൽകുന്ന, ഇവിടെ ഞാൻ അതിന്റെ ഫ്രീക്വൻസി കൊടുത്തിട്ടുണ്ട് 50 ഹെർട്സ്. എന്താണ് 50 ഹെർട്സിന്റെ അർത്ഥം? 50 ഹെർട്സിന്റെ അർത്ഥം എന്ന് പറയുന്നത് അതിന്റെ ടൈം പീരീഡ് 20 മില്ലി സെക്കൻഡ് ആണ്. ഓരോ 10 മില്ലി സെക്കൻഡിലും അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടുത്തെ വോൾട്ടേജ് കണ്ടോ, മാർക്ക് ചെയ്തിരിക്കുന്നുണ്ടോ? ഞാൻ ഏത് ഫോമിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്? പോളാർ ഫോമിലാണ് അല്ലെ. അപ്പൊ ഇതൊരു കോംപ്ലക്സ് ക്വാണ്ടിറ്റി ആണ്. എന്താ അതിന്റെ അർത്ഥം? V ആംഗിൾ 0 എന്ന് പറയുന്നത് എന്താണ്? വോൾട്ടേജ് ഇസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് V ആംഗിൾ 0. Theta is 0. And the magnitude is V angle is 0. അപ്പോൾ ഒരു സോഴ്സ് ഉണ്ടാവും. അത് സോഴ്സ് എന്താണ്? It will deliver the power. Electrical power ആണെങ്കിൽ electrical power. It will deliver the electrical power. And there should be something in the closed circuit. It should be a closed circuit. എന്നാലേ current flow ഉണ്ടാവുള്ളൂ. Current will flow from a higher potential to lower potential അല്ലേ? AC സോഴ്സ് ആവുമ്പോൾ 10 മില്ലി സെക്കൻഡിൽ ഡയറക്ഷൻ ഓഫ് കറന്റ് റിവേഴ്സിംഗ് അതൊക്കെയാണ്. അപ്പോൾ അവിടെ ഈ കൊടുക്കുന്ന സോഴ്സ് കൊടുക്കുന്ന പവർ അല്ലെങ്കിൽ എനർജി കൺസ്യൂം ചെയ്യാനുള്ള ഒരു സാമഗ്രി ഉണ്ടാവണം. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ലോഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. അപ്പൊ ഈ സീരീസ് പറയുന്നതിൽ മൊത്തം ഞാൻ ഒരൊറ്റ സോഴ്സ് ഉപയോഗിക്കുന്നുള്ളൂ. V ആംഗിൾ 0 50 ഹെർട്സ് എന്ന് പറയുന്ന ഒരു സോഴ്സ്. അപ്പോൾ എല്ലാത്തിലും സെയിം ആണ്. അപ്പൊ എന്താണ് മാറുന്നത്? മാറുന്നത് ഇവിടുത്തെ ലോഡ്. അപ്പൊ ടൈപ്സ് ഓഫ് AC സർക്യൂട്ട്സ് വിൽ ചേഞ്ച് അക്കോർഡിംഗ് ടു ദ വാല്യൂ ഓഫ് അല്ലെങ്കിൽ ടൈപ്പ് അല്ലെങ്കിൽ നേച്ചർ ഓഫ് ലോഡ്. ലോഡ് എന്ന് പറയുന്ന പാരാമീറ്റർ. ആക്ച്വലി ലോഡ് എന്ന് പറയുന്നതിന് അർത്ഥം കറണ്ട് ആണെങ്കിലും ഇവിടെ നേച്ചർ ഓഫ് ലോഡ് ആണ് മാറുന്നത്. ഇതാണ് നേച്ചർ ഓഫ് ലോഡ്. അപ്പോൾ നമ്മൾ ടൈപ്പ് ഓഫ് ഇലക്ട്രിക് സർക്യൂട്ട്സിലോട്ട് പോവാണ്. അതിൽ ഫസ്റ്റ് പെട്ടെന്ന് ഞാൻ പറയാണ്. ഫസ്റ്റ് സർക്യൂട്ട് എന്ന് പറയുന്നത് ഒരു എന്താണ്? പ്യുവർലി റെസിസ്റ്റീവ് ലോഡ്. അതാണ് പ്യുവർലി റെസിസ്റ്റീവ് ലോഡ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറയാം, ഒരു AC സോഴ്സ് ഉണ്ട്, ഒരു റെസിസ്റ്റർ ലോഡ് ആയിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ സാധാരണ ഒരു ഇൻകാൻഡസെന്റ് ലാമ്പ് ആയിക്കോട്ടെ, അത് പ്യുവർ റെസിസ്റ്റർ ആയിട്ട് ആക്ട് ചെയ്യാണ്. കറണ്ട് ഫ്ലോയുടെ ഡയറക്ഷൻ ജസ്റ്റ് ഒരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ കണ്ടുപിടിച്ച് വരച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഒരു ഇങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഒരു റെസിസ്റ്ററിന്റെ സ്വഭാവം മനസ്സിലാക്കണം. റെസിസ്റ്റർ ഇസ് എ ഡിവൈസ് എന്താണ്? which will consume all the power. എന്ത് അതിന് കൊടുത്താലും അത് കഴിയും. ഓക്കെ. അപ്പോൾ when you consider the waveform of a purely resistive circuit, ഇതാണ് നമ്മുടെ വോൾട്ടേജ് waveform എങ്കിൽ the current waveform എങ്ങനെയായിരിക്കും? Current will be in phase. Current through a purely resistive circuit will be in phase with that of current, with that of the voltage. എന്ന് പറഞ്ഞാൽ ഫേസ് ഡയഗ്രാം ഞാൻ വരച്ചു. ഈ വെക്ടോറിയൽ റെപ്രസെന്റ് ചെയ്യാൻ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ V ആംഗിൾ 0. ഇതാണ് റെഫറൻസ്. അതായത് കറണ്ട് എന്തായിരിക്കും? കറണ്ട് വിൽ ബി ഓൾസോ I is equal to magnitude of I angle 0. അതായത് നമുക്ക് ഓംസ് ലോ പ്രിൻസിപ്പിൾ ഇവിടെ യൂസ് ചെയ്യാം. ഓംസ് ലോ പ്രിൻസിപ്പിൾ യൂസ് ചെയ്താൽ നമുക്ക് ഇവിടുത്തെ റെസിസ്റ്റൻസ് വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും?
voltage angle 0. Magnitude of voltage angle 0 divided by magnitude of current angle 0. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? It will be magnitude of V by magnitude of I. അല്ലേ? നമ്മൾ കോംപ്ലക്സ് ക്വാണ്ടിറ്റി എങ്ങനെ പോളാർ ഫോമിലല്ലേ ഡിവൈഡ് ചെയ്യുന്നത്? അപ്പോൾ magnitude of V by magnitude of I is magnitude of R angle 0 minus 0 is 0. ഓക്കെ. ഇനി ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കാൽക്കുലേറ്ററിലെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പോളാർ ടു റെക്ടാങ്കുലർ ഫോം കൺവേർഷൻ ആൻഡ് റെക്ടാങ്കുലർ ടു പോളാർ ഫോം കൺവേർഷൻ. നിങ്ങൾക്ക് അറിയാം, അതിനെക്കുറിച്ചൊരു ക്ലാസ് വീഡിയോ ഞാൻ എടുക്കുന്നുണ്ട്, അപ്പോൾ കൃത്യമായിട്ടത് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ കൺവേർട്ട് ചെയ്താൽ, ഇതിനെ ഞാൻ റെക്ടാങ്കുലർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്താൽ, മോഡുലസ് ഓഫ് ആർ ആംഗിൾ 0 എന്ന് പറഞ്ഞാൽ റെക്ടാങ്കുലർ ഫോമിൽ കൺവേർട്ട് ചെയ്താൽ r പ്ലസ് j0 എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇമാജിനറി ഭാഗം ഇല്ല, ഇമാജിനറി പാർട്ട് ഇല്ല, ഓൺലി ട്രൂ പാർട്ട്. അപ്പോൾ ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ ട്രൂ പാർട്ട് അല്ലെങ്കിൽ ട്രൂ പവർ ഡിസിപ്പേഷൻ അല്ലെങ്കിൽ ട്രൂ പാരാമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഒരു റെസിസ്റ്റീവ് കമ്പോണന്റ് ആണ്. അപ്പോൾ ഒരു പ്യൂർലി റെസിസ്റ്റീവ് സർക്യൂട്ടിലെ എന്താണ്? കറന്റ് വിൽ ബി ഇൻ ഫേസ് വിത്ത് ദാറ്റ് ഓഫ് വോൾട്ടേജ്. കറന്റ് വിൽ ബി ഇൻ ഫേസ് വിത്ത് ദാറ്റ് ഓഫ് വോൾട്ടേജ്. ഓക്കെ. അപ്പോൾ ഇതാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. ഒന്ന് കൂടുതലൊന്നും പറയാനില്ല. നമുക്ക് പെട്ടെന്ന് ഒരു പ്യൂർലി ഇൻഡക്റ്റീവ് സർക്യൂട്ടിലോട്ട് പോകാം. പ്യൂർലി ഇൻഡക്റ്റീവ് സർക്യൂട്ടിലോട്ട് പോകാം. ഇവിടെ ഞാൻ എന്തായി ഒരു ഇൻഡക്ടർ വരച്ചു. ഇൻഡക്ടർ ശരിക്കും കോയിലാണ്, ശരിക്കും പ്യൂർലി ഇൻഡക്റ്റീവ് എന്ന് പറയുന്ന ഒരു കാര്യമൊന്നും ഇല്ല. എന്നാലും നമ്മൾ പ്യൂർലി ഇൻഡക്റ്റീവ് എന്ന് കൺസിഡർ ചെയ്യുന്നതേ ഉള്ളൂ. പ്യൂർലി ഇൻഡക്റ്റീവ് സർക്യൂട്ട്. ഒരു പ്യൂർലി ഇൻഡക്റ്റീവ് സർക്യൂട്ടിലെ ഇൻഡക്റ്റൻസ് L ആണ്. പക്ഷേ അതിന്റെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് XL എന്ന് പറയുന്നത് ആംഗുലാർ വെലോസിറ്റി ഇൻടു ഇൻഡക്റ്റൻസ് ആണ്. നിങ്ങൾക്ക് അറിയാം, it is equal to omega is equal to 2 pi f into L, where f is the supply frequency. നമ്മൾ കൊടുത്തു 50 ഹെർട്സ്. ഓക്കെ. അപ്പോൾ ഒരു ഇൻഡക്ടറിന്റെ സ്വഭാവം എന്താണ് ഞാൻ പറഞ്ഞു. ഇൻഡക്ടർ is a device which won't allow a sudden change of current flow through it. പെട്ടെന്ന് അതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന ഒരു കറണ്ടിനെ മാറ്റത്തിനെ അത് അനുവദിക്കില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ടെന്ന് വെച്ചോ, ഇവിടെ ഒരു സ്വിച്ച് ഉണ്ടെന്ന് വെച്ചോ, ഈ സ്വിച്ച് ഓപ്പൺ ആകുമ്പോൾ ഇൻഡക്ടറിൽ കൂടെയുള്ള കറണ്ട് 0 ആണ്. പക്ഷേ അവിടെ വോൾട്ടേജ് ഉണ്ട്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. ഞാൻ ഈ സ്വിച്ചിനെ സഡൻലി ക്ലോസ് ചെയ്താലും എന്ത് സംഭവിക്കും? ഇൻഡക്ടർ is a device which won't allow a sudden change in voltage, change in current through it. അപ്പൊ പെട്ടെന്ന് ഇതിൽ കൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുക, ഫേസർ ഡയഗ്രാം അല്ലെങ്കിൽ വെക്ടർ ഡയഗ്രാം വെച്ച് നോക്കുക. വോൾട്ടേജ് ഇവിടെ ഉണ്ട് അല്ലേ? സർക്യൂട്ട് ക്ലോസ് ചെയ്തു, കറണ്ട് കേട്ടോ, കറണ്ട് വരുന്നില്ല. വോൾട്ടേജ് ഒരു കുറച്ച് സമയം കഴിയണം ബിൽഡ് ചെയ്ത് വോൾട്ടേജ് റെഫറൻസ് ഒരു ആംഗിൾ വോൾട്ടേജ് ഇവിടെ എത്തുമ്പോ ആണ് എന്ത് സംഭവിക്കുന്നത്? ഇവിടെ കറണ്ട് വന്നു തുടങ്ങും. There is a lag. Purely inductive ആകുമ്പോൾ that lag is almost considered to be 90 degree. എന്ന് പറഞ്ഞാൽ current in an inductive circuit lag the voltage by 90 degree. അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് പറയാം ഇവിടുത്തെ വോൾട്ടേജ് എന്താണ്? വോൾട്ടേജ് എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് V ആംഗിൾ 0. കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് കറണ്ട് എന്താണ്? ഇതിനെ ലാഗ് ചെയ്യണം, പിറകിലാണ്. എന്ന് പറഞ്ഞാൽ I ആംഗിൾ -90. Current is magnitude of I with respect to the reference. ഇപ്പോൾ ഇതാണ് V ആണ് റെഫറൻസ് ആയിട്ട് എടുക്കുന്നതെങ്കിൽ current is lagging the voltage by 90 degree. താഴോട്ടല്ലേ നമ്മൾ കൗണ്ടർ ക്ലോക്ക്വൈസ് ഡയറക്ഷനിലെ പോസിറ്റീവ് ആംഗിൾ എടുക്കുന്നത്. അപ്പോൾ ഇത് -90. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഇൻഡക്റ്റീവ് ഇംപിഡൻസ് XL is equal to വോൾട്ടേജ് ബൈ കറന്റ് ആണ് അല്ലേ? അപ്പോൾ എങ്ങനെ എഴുതാം? മാഗ്നിറ്റ്യൂഡ് ഓഫ് V ആംഗിൾ 0 ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് I ആംഗിൾ -90. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് XL ന്റെ വാല്യൂ കിട്ടും. എന്താ XL ന്റെ വാല്യൂ?
XL is equal to V by I is magnitude of XL 0 minus of minus 90 എന്ന് പറഞ്ഞാൽ XL ആംഗിൾ 90. ഇനി ഇതിനെ നമ്മൾ പോളാറിൽ നിന്ന് റെക്ടാങ്കുലറിലോട്ട് ആക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം XL will be equal to 0 plus JXL. എന്താ XL വെക്ടർ എന്ന് പറയുന്നത് 0 plus JXL. നമുക്ക് ഇമാജിനറി ക്വാണ്ടിറ്റി കണ്ടോ 0 plus JXL അല്ലെങ്കിൽ XL വെക്ടർ എങ്ങനെ എഴുതാം JXL എന്ന് പറഞ്ഞാൽ 2πFL ആണ്. അപ്പോൾ J2πFL അല്ലെങ്കിൽ JXL മനസ്സിലായോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു RL സർക്യൂട്ടിന്റെയും ഒരു R സർക്യൂട്ടിന്റെയും ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാം. അപ്പോൾ ഈ ഫസ്റ്റ് പാർട്ടിൽ ഈ രണ്ട് കാര്യങ്ങളെ ഞാൻ പറയുന്നുള്ളൂ. പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ട് ഉണ്ട്, അതുപോലെ തന്നെ പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് 7 സെറ്റ് ഓഫ് സർക്യൂട്ട്സ് ഉണ്ട്. അതിൽ 2 ആയിട്ടുള്ളൂ. തുടക്കത്തിൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തത്? കോംപ്ലക്സ് നമ്പേഴ്സ് എങ്ങനെയാണ് ചെയ്യുന്നത്, കോംപ്ലക്സ് ക്വാണ്ടിറ്റീസ് എങ്ങനെയാണ്, പിന്നെ പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്നത്. ഇവിടെ നോക്കാം, നമുക്ക് വേവ് ഫോം വരച്ച് നോക്കാം. ഇവിടുത്തെ വേവ് ഫോം വരച്ച് നോക്കുമ്പോൾ നമുക്ക് എങ്ങനെ വരയ്ക്കുന്നത്? ഒരു വേവ് ഫോം നോക്കാം. വോൾട്ടേജ് വേവ് ഫോം ഇൻ ഫേസ് വോൾട്ടേജ് ആണെങ്കിൽ ഇവിടെ എന്ത് പറ്റും? ഇവിടെ വോൾട്ടേജ് 90 ഡിഗ്രി ആകുമ്പോഴാണ് കറണ്ട് എന്ത് ചെയ്യുന്നത്? കറണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ കറണ്ട് ഈസ് ലാഗിങ്. ഇത് കറണ്ട് ആണ് അല്ലേ? I ആംഗിൾ -90 മാഗ്നിറ്റ്യൂഡ് ഓഫ് I. ഇത് V ആംഗിൾ 0. അപ്പോൾ ഇതാണ് റെസിസ്റ്റീവും ഇൻഡക്റ്റീവ്. അപ്പോൾ ഇത് പ്യുവർലി റെസിസ്റ്റീവായി, പ്യുവർലി ഇൻഡക്റ്റീവായി. ഇനി അടുത്ത സീരീസിലോട്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ അടുത്ത പാർട്ടിൽ നമ്മൾ പ്യുവർലി കപ്പാസിറ്റർ പഠിക്കും, പിന്നെ ഇതിന്റെ കോമ്പിനേഷൻസ്. അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.